സാർ ഇയാളാണ് സാർ ഞങ്ങൾ ചതിച്ചത്. ഞങ്ങൾ നിരപരാധികളാണ്. അതെങ്ങനെയാ ശരിയാവുന്ന കൃഷ്ണകുമാരെ? ഈ നാട്ടിൽ വന്ന് ബാങ്ക് തുടങ്ങിയതും നാട്ടുകാരുടെ പൈസ പറ്റിച്ചതൊക്കെ താനുമാരുടെ ചേർന്നിട്ടില്ലേ? താനെന്തോട് വിചാരിച്ചേ? ഞങ്ങളുടെ ജീവിതം വെച്ച് കളിക്കാന്നോ? ആദ്യം അവനെ ഷോക്ക് നിർക്കാറോട്ടെ സാറേ. നീ അധികം വിളച്ചെടുക്കണ്ടടാ. നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നിന്നെ കൊണ്ടുവന്നുള്ളത്. കഴിഞ്ഞ 5 വർഷമായിട്ട് നീ ദുബായിൽ കള്ളക്കടത്തുകാരൻ സാഹിബിന്റെ കൂടെ ആയിരുന്നെന്നും അയാൾക്ക് വേണ്ടി നീ ചെയ്ത ക്രൈമുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അയാളെ പറ്റിച്ച് അവിടെ നിന്ന് നീ മുങ്ങി. നിന്നെ അന്വേഷിച്ച് നടക്കുന്ന അയാളോട് നീ ഇവിടെ ഉണ്ടെന്നും നിനക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അതോടെ തീരും നിന്റെ അഹങ്കാരം. അയാൾക്ക് പറ്റിയില്ലെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി നിന്നെ ജയിലിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വിഷ്ണു, നിങ്ങൾ കണ്ടെത്തിയൊക്കെ ശരിയാ. ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന് ഇങ്ങനൊരു ബ്രാഞ്ചില്ല. ബാങ്കിന്റെ ബേടകം ബ്രാഞ്ച് 3-4 മാസം കഴിഞ്ഞ് തുടങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ. പിന്നെ അതിനിടയിൽ കെട്ടിടം പണിയാനുള്ള കോൺട്രാക്ട് ഞാനങ്ങ് വാങ്ങി 1 മാസം കൊണ്ട് പണി നിർത്തും. യഥാർത്ഥ ബാങ്ക് ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാം റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അടുത്തപ്പോഴോ ബാങ്ക് തുടങ്ങുന്ന നാട്ടുകാർക്ക് അറിയുന്നുണ്ട്. ആർക്കും ഒരു സംശയം തോന്നിയില്ല. സാർ, എനിക്കൊരു കുടുംബമുണ്ട്. എന്നെ ക്രമപ്പെടുത്തരുത് പ്ലീസ് സാർ. ഇമോഷണൽ ആവില്ലേ കൃഷ്ണകുമാറെ? ഞാൻ ഇന്റർവ്യൂ ചെയ്യപ്പോൾ ചോദിച്ചല്ലേ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന്? ഓർമ്മയില്ലേ? നിങ്ങൾ നിയമം ലംഘിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നോ സർ. ഇല്ല 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 സർ. പിടിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിയമം ലംഘിച്ചൊരു ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് പിടിച്ചാലും ഇല്ലെങ്കിലും ക്രൈം ചെയ്യാൻ പാടില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാ സാറേ. ചാക്കോ പാപം ചെയ്യത്തില്ല. കുറ്റബോധം കൊണ്ട് പിന്നെ സമാധാനം പോവും. പിടിക്കപ്പെടാത്ത ക്രൈം അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും പിടിക്കും. നെവർ സർ. കാരണം എന്തെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ളൊരു പേടി കൊണ്ട് എനിക്കൊരിക്കലും ഉറങ്ങാൻ പറ്റില്ല സർ. കൃഷ്ണകുമാറിന്റെയും ഭാര്യ അഴകിയുടെയും പേരിലെ സേലം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു മർഡർ കേസ് ഉണ്ടല്ലോ. മനഃപൂർവ്വമല്ലല്ലോ. കരിങ്കൽ പട്ടിയിലെ റെഡ് ഷീറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ തൻ്റെ ഭാര്യ അഴകി അവിടെയുള്ള ഒരു പിമ്പിനെ കുത്തി. പിടിച്ചാ ജീവപര്യന്തം രണ്ടാക്കും. ഒരു ഫോൺ കോൾ മതി. ചെയ്യല്ലേ, ഇവർക്കൊരു മോളുള്ളതല്ലേ. ഇയാള് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും പല ക്രൈമുകൾ ചെയ്ത് പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടു നിൽക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനിയൊന്നും നിങ്ങളുടെ കയ്യിലല്ല. ഇതൊരു ഫേക്ക് ബാങ്കാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു സ്കാമം. 2 മാസം കൂടി നമ്മൾ ഈ ബാങ്ക് നടത്തും. കൂടെ നിന്നാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സെറ്റിലുള്ള എമൗണ്ട് ഞാൻ തരും. അതല്ല വേറെ വല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പഴയ കേസുകൾക്ക് പുറമെ വ്യാജ ബാങ്ക് നടത്തിയതിനും നാട്ടുകാരുടെ നിന്ന് ഡെപ്പോസിറ്റ് പിരിച്ചതിനും ബട്ടൻ്റെ നിന്ന് പൈസ വാങ്ങി ഉൾപ്പെടെയുള്ള കേസുകൾ ഒരുപാടുണ്ടാവും. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ നാളെ മുതൽ ഒന്നും സംഭവിക്കാത്ത പോലെ ബാങ്ക് പ്രവർത്തിക്കണം. ഞങ്ങൾ പറയുന്നവരെ ബാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തതോടൊപ്പം നിങ്ങളെല്ലാവരും ഈ സ്കാമിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇനി എൻ്റെ പ്ലാൻ അനുസരിച്ച് മാത്രം മുന്നോട്ട്. മുസ്തഫ സാർ, ഇവരെ കൊണ്ടുവിടും. ഓക്കെ സാർ. ഇനിയിപ്പോ സത്യം അറിഞ്ഞ സ്ഥിതിക്ക് അവരെ എങ്ങനെ പഴയ പോലെ വെറുതെ വിടാൻ പറ്റുമോ? അവരെന്ത് ചെയ്താലും ഞാൻ അറിയും. കാരണം കൂട്ടത്തിൽ ഒരാൾ എൻ്റെ ആളാ. എന്തെയാണ് ബാങ്ക് ഫേക്കാണെന്ന് അറിയില്ലായിരുന്നല്ലോ. സത്യം ഈ അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുക എന്നുള്ളതാണ് വലിയ പാട്. ചാക്കോ, ചാക്കോ, ഒരു ചായ വാങ്ങിച്ചിട്ടുണ്ടോ? ചാക്കോ, സാറിപ്പം മാനേജറും കോപ്പൊന്നും അല്ലല്ലോ. വേണമെങ്കിൽ തന്നെ പോയി അങ്ങ് മേടിച്ചാൽ മതി. ഒച്ചപ്പാടാക്കണ്ട, കേറി വാട്ടാ. പടച്ചോനെ എന്തടങ്ങാറാണോ സാറേ, കേറി വാ. ഇതെല്ലാം നമ്മളെ സ്കൂളിലെ കുഞ്ഞു മക്കള്. ഇവിടുത്തെ ആദ്യത്തെ ബാങ്കല്ലേ, അവർക്ക് ബാങ്കെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വെച്ച് കൂട്ടിക്കൊണ്ടെന്ന്. നന്നായി ഗോപി. ഇത് ബാലേന്ദ്ര സാർ, SBI മാനേജർ ആയിരുന്നു. 2 മാസം മുമ്പ് സേലം ബ്രാഞ്ചിൽ നിന്ന് റിട്ടയർ ചെയ്തു.
മക്കൾക്ക് ബാങ്കിന്റെ പരിപാടിയല്ലെന്ന് പറഞ്ഞു കൊടുക്കാലോ എന്ന് വെച്ചിട്ട് സാറ് വന്നത്. അപ്പൊ ഞാനാന്ന് പറഞ്ഞത് നമ്മളെ സ്വന്തം ബാങ്ക് ഉണ്ടല്ലോ, വേറെ എവിടെയും പോകണ്ടല്ലോ എന്ന്. അപ്പൊ ക്ലാസ് ഇവിടെ ആയിക്കോട്ടെ എന്ന് വെച്ച്. മക്കളെ, നിങ്ങൾക്ക് ബാങ്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയാണ്ടേ ചോദിച്ചോളൂ. പറ, നിങ്ങക്ക് എന്താ അറിയണ്ടേ? എങ്ങനെയാ ചേച്ചി ബാങ്കിൽ പൈസ ഇടണ്ടേ? ഞങ്ങളുടെയിലോട്ട് വന്നു മതി. ഇങ്ങനെയാണോ കുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്? വ്യക്തമായ ഫോർമാലിറ്റീസും പ്രൊസീജിയറും വെച്ച് പറഞ്ഞു കൊടുക്കണം. അവര് പറയും പ്യൂണാണ് സാർ. അറിയാവുന്ന ആരെയും പറഞ്ഞു കൊടുക്ക്. ദേ, ഇതാണ് പൈസ ഇടാനുള്ള ഫോം. ഈ ഫോം നമ്മൾ പൂരിപ്പിച്ച ശേഷം പൈസയും ഫോമും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. ഓക്കെ? പൈസ നമ്മളിവിടെ സൂക്ഷിക്കും. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ വന്ന് തിരിച്ചെടുക്കാം. നിങ്ങൾ എങ്ങനെയാ ബാങ്കിൽ പൈസ സൂക്ഷിക്കുന്നേ? എല്ലാവരും വന്നേ. തിരക്കാക്കല്ലേ, എല്ലാരും ഇങ്ങോട്ട് കയറി നിൽക്ക്. നിങ്ങൾ എല്ലാവരുടെയും വീട്ടിലെ അച്ഛനും അമ്മ എവിടെയാ പൈസ വെക്കുക? ഇവിടെ നമ്മൾ അതൊരു ലോക്കറിലാ വെക്കുക. ഈ ലോക്കർ തുറക്കാൻ അത്ര എളുപ്പമല്ല. ഈ താക്കോൽ ഉണ്ടെങ്കിലേ പറ്റൂ. അയ്യേ, ഇതിന്റെ അകത്ത് കാശൊന്നുമില്ലല്ലോ. ബാങ്ക് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതാ പൈസയൊന്നും ഇല്ലാത്ത. അപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും പറയണം ഇനി വീട്ടിലുള്ള കാശൊക്കെ കൊണ്ടുവന്ന് ഈ ബാങ്കിൽ ഇടാൻ വേണ്ടിട്ട്. അപ്പോ വീട്ടില് കള്ളന്മാരെ പേടിക്കണ്ടല്ലോ. നമുക്ക് പോവാം. അഴകി, ഇപ്പൊ പോയാലും ഇന്നത്തെ ചെന്നൈ മെയിൽ കിട്ടും. നീ ഒക്കാ വീട്ടിൽ പോയിട. ஒன்னும் சொல்ல தேவையில்லை. என்ன நடந்தாலும் நான் உங்க கூட தான் இருப்பேன். செத்தாலும். സാറ് ആ വിഷ്ണു, സാർ ഒരു സെക്കൻഡ്. ഓ കുടിക്കാൻ നിങ്ങളുടെ சரிங்க. സാറേ, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. എന്ത്? നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ അയാളുടെ ആളാണ്. ആരുടെ? വിജയുടെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സർ, നമ്മുടെ ഓരോ നീക്കവും വിജയ് കൃത്യമായി അറിയുന്നുണ്ട്. ഓരോ തവണ കാശ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അവരത് കറക്റ്റായി വാങ്ങി പോകുന്നുണ്ട്. ഷേണായി വന്ന് കാശിട്ട കാര്യം അവരെങ്ങനെ കൃത്യമായി അറിഞ്ഞു? ശരിയാ, കാശ് വന്ന് അരമണിക്കൂറിനുള്ളിൽ എനിക്ക് വിജയുടെ കോള് വന്നു. നമ്മൾ ഇറങ്ങാൻ നേരത്തെ കൃത്യമായി ആ എസ് ഐ അവിടെ എത്തി. പക്ഷേ ആരായിരിക്കും വിഷ്ണു അത്? സാറല്ലെന്ന് എനിക്കറിയാം. സാറായിരുന്നെങ്കിൽ ഒരിക്കലും ഫാമിലി ഇവിടെ കൊണ്ടുവരില്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ ബാക്കിയുള്ള 3 പേരിൽ ഒരാൾ. നാട്ടിലോ രക്ഷയില്ല. ഇവിടെയെങ്കിലും വന്നെങ്കിലും ഗതി പിടിക്കാന്ന് വെച്ചാ അതും ഇല്ല. ജോലി കിട്ടിയിട്ട് വേണം കടങ്ങളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ച. ശരിയാ. അതും തീരുമാനം. ഇനി ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങരുത് സർ. കസ്റ്റമേഴ്സിനോട് എന്ത് പറയും വിഷ്ണു? എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം സർ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല. നാട്ടുകാർക്ക് സംശയം തോന്നില്ലേ? ഇപ്പൊ ഇത്തിരി ഡിലേ ആയിട്ടാണെങ്കിലും ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് പണം ആർക്കും തിരിച്ചു കിട്ടാൻ പോണില്ല. മെമ്പർ വരുന്നുണ്ട്. സ്ഥലം വിറ്റ് കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. ചാക്കോ, മെമ്പർ മേനേരെ കാണാൻ വന്നത്. കണ്ടിട്ട് വരാം. സർ, ആ കാശ് വാങ്ങരുത്. എങ്ങനെ പാവപ്പെട്ട ഒരാളാണ്. ആ കാശ് മുഴുവൻ പോകും. സർ, എന്തെങ്കിലും പറഞ്ഞു വിട്. വിഷ്ണു ഇരിക്കൂ. എന്തല്ല? നമസ്കാരപ്പാ. ആ. മേനേരെ, ഞാൻ പറഞ്ഞില്ലേ സ്ഥലം വിറ്റ പൈസ ഉണ്ടെന്ന്, അത് ഇടാൻ വേണ്ടി വന്നത്. ഐശ്വര്യായിട്ട് അക്കൗണ്ട് ആക്ക്. മെമ്പറെ, ഈ ഇന്നത്തെ ദിവസം ഈ സാമ്പത്തിക ഇടപാടിനൊന്നും അത്ര പറ്റിയതല്ല. നിങ്ങ എന്നപ്പ പറയുന്നത്? ഇന്ന് നല്ല ദിവസം, തിങ്കളാഴ്ച. ഇതെടുത്തിട്ട് റെസീറ്റ് ആക്കപ്പാ. അല്ല അത് എടുക്കപ്പാ. എണ്ണി നോക്ക്. ഈ മെമ്പർ കാശുമായിട്ട് ബാങ്കിലേക്ക് വരാമെന്ന് പറഞ്ഞ സമയത്ത് അവിടെ ചാക്കോയും റഹീമും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വിജയുടെ ആൾക്കാർ കാശെടുക്കാൻ എത്തിയ നമുക്ക് ഉറപ്പിക്കാം കൂട്ടത്തിലൊരു ഇൻഫോമർ ഉണ്ട്. പക്ഷേ രണ്ടുപേരിൽ ആരാണെന്ന് നമ്മളെങ്ങനെ അറിയും? അത് ഞാൻ കണ്ടുപിടിക്കും. സാറിന്ന് കൂടെ നിന്നാൽ മതി.
വിഷ്ണു ഇന്ന് വന്ന ക്യാഷ് എടുക്ക്. ഇന്ന് കാശൊന്നും വന്നില്ല. ഹലോ കൃഷ്ണ പറയേ, ഇപ്പൊ കൊണ്ടുവന്ന പൈസ മുസഫിടെ കൊടുത്തേക്ക്. സർ, പൈസയൊന്നും ഇന്ന് ഒന്നും പറയണ്ട, താൻ പറഞ്ഞങ്ങ് ചെയ്താൽ മതി. സർ സർ സുധാകരേട്ടൻ്റെ ആടെ തെയ്യുണ്ടായിന് കുറെ കാശൊക്കെ കിട്ടി. കുറെ ആളുകളൊക്കെ അക്കൗണ്ട് തുടങ്ങിയിന്. ഇതൊന്ന് രജിസ്റ്റർ ആക്കി വെക്കണേ. ബുക്ക് ഞാൻ നാളെ മേടിച്ചോളാം. ശരിപ്പാ, എന്നാ കാണാം. ആ ക്യാഷ് എടുക്ക്. നീ എവിടെ പോകുന്നിപ്പോ? ഞാൻ പോവാ. എവിടെ? വിഷ്ണു, വിഷ്ണു, എവിടെ പോകാൻ? എങ്ങോട്ടേക്കെങ്കിലും. റഹീമെ, ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ കൂടുതൽ കൂടുതൽ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞ ശരിയാ. ഇവിടെ നിൽക്കണ അത്ര ബുദ്ധിയല്ല. ഞാനും വരുന്നുണ്ട്. ബാഗ് ഒന്ന് എടുക്കട്ടെ. ആ. നിർത്ത് 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 വണ്ടി നിർത്ത്. വാ വിഷ്ണു, വേണോ? കേറി കേറി. വേഗം തിരിച്ചാ. കൊള്ളാം. ഞങ്ങളെ പറ്റിച്ചിട്ട് ഒറ്റയ്ക്ക് അങ്ങ് രക്ഷപ്പെടാനായിരുന്നല്ലേ പ്ലാൻ? അപ്പൊ സാറായിരുന്നല്ലേ കൂടുതൽ ഒറ്റുകാരൻ? ഇന്നിവിടെ വരുമ്പോഴാണ് നിങ്ങൾ ആരോട് ഇല്ലെന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ മൂന്നുപേരിൽ ഒരാൾ ഒറ്റാതെ നിങ്ങൾ എങ്ങോട്ട് പോയി എപ്പോ പോയി വിജയ് എങ്ങനെ അറിയും? നീ ആയിരുന്നു ആദ്യം എന്റെ കൂടെ വരാൻ അറിയാം. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നില്ലേ അത്? ഞാനൊന്നല്ല, നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കുറച്ചേരം ഇയാൾ മിസ്സിംഗ് ആയിരുന്നു. ഓർമ്മയില്ലേ എനിക്ക്? ചാക്കോ, അത് ബാഗും പാക്ക് ചെയ്ത് മുറിയും പൊട്ടി വരുമ്പോഴത്തേക്കും സമയമെടുക്കരുത്. അതുകൊണ്ടല്ലേ? സത്യം പറ ചാക്കോ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവരാരുമല്ല. ഞാനാ വിജയ് സാറിനെ വിളിച്ചു പറഞ്ഞു. ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കറിയായിരുന്നു ഈ ബാങ്ക് ഫേക്ക് ആണെന്ന്. എനിക്ക് മാത്രമല്ല, ഈ ചാക്കോയ്ക്കും അറിയായിരുന്നു. നിങ്ങളെ മൂന്നുപേരെയും വാച്ച് ചെയ്യാനാ ഞങ്ങളെ ഏൽപ്പിച്ച. എന്ന് വെച്ച് ഞാൻ ആരും ചോദിച്ചിട്ടൊന്നുമില്ല. എനിക്ക് പൈസ കിട്ടണ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഞാൻ അത്രേ ചെയ്തുള്ളൂ. കൂടെ നിന്ന് ചതിച്ചിട്ട് ന്യായം പറയുന്നു ചാക്കോ. കൂടെ നിൽക്കാൻ നിങ്ങളാരാ? നമ്മൾ തമ്മിൽ വേറെ എന്ത് ബന്ധമുള്ളേ? വിജയ് സാറിന് വേണ്ട നിങ്ങളെ മൂന്നുപേരെയാ.
വിഷ്ണു, നീ വലിയ നല്ലവനായതുകൊണ്ടൊന്നല്ലല്ലോ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലും നമ്മളെല്ലാരും ക്രിമിനൽസ് ആണ്. എന്ന് വെച്ച് വീണ്ടും വീണ്ടും ക്രൈം ചെയ്യണമെന്നുണ്ടോ? ഞാനതിനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഞാനും അതിനല്ല ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് എന്നെ അനിയനെ ചികിത്സിക്കാൻ പൈസ വേണമായിരുന്നു. അതിനാ ഞാൻ ഇവിടെ വന്നേ. വെറും കൈയോടെ പോവാൻ ഞാനില്ല. ഇനി നിങ്ങൾ ആരും കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ തന്നെ കാണും.